ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് നാച്ചർ ഓഫ് ഡാറ്റ, ഓൺ ദി ബേസിസ് ഓഫ് കവറേജ്, ഓൺ ദി ബേസിസ് ഓഫ് യൂട്ടിലിറ്റി, ഓൺ ദ പ്ലേസ് വെർ ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട്, ഓൺ ദ ബേസിസ് ഓഫ് റിസർച്ച് മെത്തേഡ്, ഇങ്ങനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദി നാച്ചർ ഓഫ് ഡാറ്റ, ഡാറ്റയുടെ നാച്ചറിൻ്റെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. സോ ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഓർ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേരിയബിൾ ബേസ്ഡ് ആണ്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മെഷർമെൻറ്റ് ഓഫ് ദ ഫിനോമിനൻ അണ്ടർ സ്റ്റഡി. ഡാറ്റ, ഇതിലെ ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആണ്. അതായത് ഇപ്പോൾ മാർക്ക് ഓഫ് ദി സ്റ്റുഡൻസ്, അതെന്താണ്, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആണ്. 30 കുട്ടികളുടെ മാർക്ക് 40, 20, 30, 40 എന്ന് പറഞ്ഞിട്ട് മാർക്ക്, അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ സ്റ്റുഡൻസ്, വെയ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ്, ഇങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ വെച്ചിട്ട് റിസർച്ച് ചെയ്യുന്നതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സബ്ജക്റ്റീവ് അസസ്മെൻറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, മോട്ടീവ്സ്, ഒപ്പീനിയൻ, പ്രിഫറൻസ്, ഒപ്പീനിയൻസ് എക്സെട്ര. അതായത് ഒരു ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള, ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡോ അവെയർനെസ്സോ സാറ്റിസ്ഫാക്ഷനോ ഒക്കെ മെഷർ ചെയ്തിട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. So, on the basis of nature of data, quantitative and the qualitative. Then another one is that according to coverage. Coverage, on the basis of coverage, it can be classified. ഈ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സ് കവേർഡ്, എത്ര യൂണിറ്റ്സ് നമ്പർ കവർ ചെയ്യും എന്നുള്ളതിൻ്റെ ബേസിലാണ്. സോ ഓൺ ദി ബേസിസ് ഓഫ് കവറേജ്, മാക്രോ ആൻഡ് ദി മൈക്രോ. മാക്രോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദി ഹോൾ, മൊത്തമായിട്ടുള്ള ഒരു സ്റ്റഡിയെയാണ്. ഇറ്റ് ക്യാൻ ബി സ്റ്റഡി ഓഫ് ദി ഹോൾ, മൊത്തമായിട്ട് കവർ ചെയ്യുക. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു കേരളത്തെക്കുറിച്ച് മൊത്തമായിട്ട് പഠിക്കുക. സോ ദാറ്റ് ഈസ് മാക്രോ സ്റ്റഡി എന്ന് പറയുന്നത്. മൈക്രോ സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദി പാർട്ട്, ഒരു ഭാഗം മാത്രം പഠിക്കുന്നതാണ് മൈക്രോ എന്ന് പറയുന്നത്. ദെൻ അക്കോർഡിംഗ് ടു യൂട്ടിലിറ്റി ഓർ അപ്ലിക്കബിലിറ്റി, യൂട്ടിലിറ്റിൻ്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്ലിക്കബിലിറ്റിൻ്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക് റിസർച്ച്. ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്യുവർ ഓർ തിയററ്റിക്കൽ ഓർ ഫണ്ടമെൻ്റൽ റിസർച്ച്. ഈ പ്യുവർ റിസർച്ച് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റിസർച്ചിനെയാണ് എന്ത് പറയുന്നത്, ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എൻ ഒറിജിനൽ ഇൻവെസ്റ്റിഗേഷൻ ഫോർ ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് ദി നോളേജ്. സോ ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ഓർ പ്യുവർ ഓർ തിയററ്റിക്കൽ റിസർച്ച്. പ്യുവർ ഓർ തിയററ്റിക്കൽ റിസർച്ചിനെയാണ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. സോ വിറ്റ് ലീഡ്സ് ടു തിയറി ബിൽഡിംഗ്. ഇതിലെന്താണ് ചെയ്യുന്നത്, തിയറിയാണ് ബിൽഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എൻ ഒറിജിനൽ ഇൻവെസ്റ്റിഗേഷൻ ഫോർ ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് ദി നോളേജ്. ഒറിജിനലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ് ഇതിലൂടെ നടക്കുന്നത്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആക്ഷൻ റിസർച്ച്. ആക്ഷൻ റിസർച്ച് എന്നാണ് ഇതിന് പറയുന്ന മറ്റൊരു പേര്. ഇറ്റ് ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ടു സെർട്ടൻ പ്രോബ്ലംസ്. സെർട്ടൻ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഒരു പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന ആ ഒരു അപ്ലൈ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ആക്ഷൻസ് എടുക്കുകയാണ്. സോ സച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് ഈസ് കോൾഡ് ദി അപ്ലൈഡ് റിസർച്ച് എന്ന് പറയും. So according to utility, it can be classified into basic research and the applied research. Then according to the place where it is carried out, on the basis of place, it should be classified as a field studies, laboratory studies and the library studies. അതിൽ ഫസ്റ്റ് വൺ ഫീൽഡ് സ്റ്റഡി.
ഫീൽഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ എക്സ്പെരിമെൻറ്റ് അണ്ടർടേക്കൺ ഇൻ ദ ഫീൽഡ് കൺട്രോൾഡ് സെറ്റിങ്സ് ആസ് എ സിറ്റുവേഷൻ പെർമിറ്റ്. ഫീൽഡ് കണ്ടക്റ്റഡ് ഇൻ കൺട്രോൾഡ് സെറ്റിങ്സ്, അതായത് എക്സ്പെരിമെൻറ്റുകൾ കണ്ടക്റ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഫീൽഡിലോ ഒരു പ്ലേസിലോ വെച്ചിട്ട് ഒരു സെറ്റിങ്സ് ഒക്കെ ഉണ്ടായിരിക്കും, ഒരു കൺട്രോൾഡ് സെറ്റിങ്സ് ഉണ്ടായിരിക്കും. അത്തരം സിറ്റുവേഷനിൽ എക്സ്പെരിമെൻ്റ് നടത്തുന്നതിനെയാണ് ഫീൽഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതും ഒരു തരത്തിലുള്ള റിസർച്ചാണ്. മറ്റൊന്ന് ലബോറട്ടറി സ്റ്റഡീസ്. ലബോറട്ടറി സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്റ്റഡ് ഇൻ കൺട്രോൾഡ് സെറ്റിംഗ് ആസ് മച്ച് ആസ് പോസിബിൾ. നമുക്കറിയാം ലാബുകളിലൊക്കെ കണ്ടക്റ്റ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റുകൾ, അതാണ് ലബോറട്ടറി എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ ലൈബ്രറി സ്റ്റഡീസ്. ലൈബ്രറി സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ലൈബ്രറിയിലുള്ള ബുക്സുകളൊക്കെ വെരിഫൈ ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ ഡോക്യുമെൻറ്റ്സ് ബേസിൽ ചെയ്യുന്ന റിസർച്ചാണ് ലൈബ്രറി സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതായത് ദീസ് ആർ പ്യുവർലി ഡോക്യുമെൻ്ററി റിസർച്ച്. പ്യുവർലി എന്ത് റിസർച്ചാണ്? ഡോക്യുമെൻ്ററി റിസർച്ചാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ പ്ലേസ്, സ്ഥലത്തിൻ്റെ ബേസിൽ എവിടെ നിന്നാണോ റിസർച്ച് ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് ഫീൽഡ് സ്റ്റഡീസ്, ലബോറട്ടറി സ്റ്റഡീസ് ആൻഡ് ദി ലൈബ്രറി സ്റ്റഡീസ്. അക്കോർഡിംഗ് ടു റിസർച്ച് മെത്തേഡ്, ഓൺ ദി ബേസിസ് ഓഫ് ദി റിസർച്ച് മെത്തേഡ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ദ ഫസ്റ്റ് വൺ ഈസ് സർവേ. സർവേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫാക്റ്റ് ഫൈൻഡിങ് റിസർച്ച്. നമ്മൾ ഫാക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് ഒരു ഏരിയയെക്കുറിച്ചിട്ട് ഒരു സർട്ടൻ കണ്ടീഷൻസിനെ കുറിച്ചിട്ട് റിസർച്ച് നടത്തുന്നതാണ് ഫാക്റ്റ് ഫൈൻഡിങ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സർവേയിലൂടെ ചെയ്യുന്നത് ലാർജ് ആൻഡ് സ്മോൾ പോപ്പുലേഷന് യൂസ് ചെയ്യുക. സ്റ്റഡിക്ക് ചിലപ്പോൾ ലാർജ് പോപ്പുലേഷന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്മോൾ പോപ്പുലേഷന് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്റ്റഡി ഏരിയ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗ് സർവേ മാർക്കറ്റിംഗ്, പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സർവേ, ഇൻവെസ്റ്റ്മെൻറ്റ് ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സർവേ കണ്ടക്റ്റ് ചെയ്യുന്നത്. ദെൻ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വ്യൂവിങ് ആണ്. അതായത് ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് എൻക്വയറിയിലൂടെ ഇതും എന്താണ് സോഷ്യൽ സയൻസിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, അതായത് നമ്മൾ ഒരാളെ കുറിച്ചിട്ട് എൻക്വയറി ചെയ്ത് ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിച്ചു കൊണ്ട് റിസർച്ച് ചെയ്യുന്നതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ അയാളുടെ ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്റ്റൈല്, ഇത്തരം സ്റ്റഡികളൊക്കെ എന്തിലൂടെ നടത്താവുന്നതാണ്? ഒബ്സർവേഷനിലൂടെ നടത്താവുന്നതാണ്. മറ്റൊന്ന് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻഡെപ്ത് സ്റ്റഡിയാണ്. ഒരു യൂണിറ്റിനെ കുറിച്ചിട്ടോ ഒരു പ്രോബ്ലത്തെ കുറിച്ചിട്ടോ ഡെപ്തിൽ പഠിക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് എയിംസ് അറ്റ് സ്റ്റഡിങ് എവറിത്തിങ് അബൌട്ട് സംതിങ് റാദർ ദാൻ സംതിങ് അബൌട്ട് എവറിത്തിങ്. അതായത് ഇപ്പോൾ ഒരു സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ചിട്ട്, ഇപ്പോൾ അരീക്കോട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചിനെ മാത്രം എടുക്കുകയും അതിനെക്കുറിച്ചിട്ട് ഡെപ്തിൽ പഠിക്കുക, അതിൻ്റെ ഹിസ്റ്ററി ആയിട്ടും അത് എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നും അതിൻ്റെ ലോൺസും ഡെപ്പോസിറ്റ്സും അതിൻ്റെ ക്യാപിറ്റലും 10 വർഷത്തെ അതിൻ്റെ ഡാറ്റ മുഴുവൻ എടുത്തിട്ട് ഡെപ്തിൽ പഠിക്കുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. മറ്റൊന്ന് എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിസർച്ച് പ്രോസസ് യൂസ്ഡ് ടു ഒബ്സർവ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അണ്ടർ ദി കൺട്രോൾഡ് കണ്ടീഷനിൽ അതെന്താവാം? ഇറ്റ് മേ ബി നാച്ചുറൽ ആവാം, അല്ലെങ്കിൽ അൺകൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് ആവാം, ലബോറട്ടറി എക്സ്പെരിമെൻ്റ് ആവാം. അപ്പോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഒരു കൺട്രോൾഡ് കണ്ടീഷനിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തിട്ട് കാര്യകാരണങ്ങൾ പഠിക്കുന്ന റിലേഷൻഷിപ്പ് പഠിക്കുന്നതിനെയാണ്, അത് ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു നോ ദ പാസ്റ്റ് ട്രെൻഡുകൾ അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രസൻറ്റ് ആൻഡ് ടു പ്ലാൻ ഫോർ ദ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പാസ്റ്റിലെ ട്രെൻഡ് അറിയാൻ വേണ്ടിയിട്ട്
പ്രസൻറ്റിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പാസ്റ്റ് ട്രെൻഡിനെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബാങ്കിനെ കുറിച്ച്, ആ ബാങ്കിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഡാറ്റ എടുത്തിട്ട് അതിൻ്റെ പാസ്റ്റ് ട്രെൻഡ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പം പ്രസൻറ്റ് അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നും ഫ്യൂച്ചറിൽ അതിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും എന്നും മനസ്സിലാക്കുന്നതാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്ന് കമ്പാരിറ്റീവ് മെത്തേഡ്. കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എവല്യൂഷണറി മെത്തേഡ്. എവല്യൂഷണറി മെത്തേഡ് ഓർ ജനറ്റിക് മെത്തേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഹെൽപ്സ് ടു ട്രേസ് ആൻഡ് എസ്റ്റാബ്ലിഷ് ദ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീങ്, ദെയർ കസ്റ്റം, ദെയർ ഇന്നൊവേഷൻ ആൻഡ് വേരിയസ് സ്റ്റേജസ് ഓഫ് ദെയർ എവല്യൂഷൻ. ഇതിലൂടെ ഒരു എവല്യൂഷനാണ്, അതായത് ഇപ്പോൾ ഹ്യൂമൻ ബീങ്ങിൻ്റെയൊക്കെ എന്താണ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, അവരുടെ ഇന്നൊവേഷൻസ് എന്തൊക്കെയായിരുന്നു, എന്തൊക്കെയാണ് വേരിയസ് സ്റ്റേജസ്, അവരുടെ എവല്യൂഷനെ ആദ്യകാലങ്ങളിലുള്ള മനുഷ്യനും ഇപ്പോൾ ഉള്ളതും, ഇങ്ങനെ ഈ എവല്യൂഷൻ പഠിക്കുന്നതാണ് എന്ത് കമ്പാരറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ദി റിസർച്ച് മെത്തേഡ് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സർവേ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, എക്സ്പെരിമെൻറ്റേഷൻ, ഹിസ്റ്റോറിക്കൽ റിസർച്ച്, കമ്പാരറ്റീവ് മെത്തേഡ്. ദെൻ അക്കോർഡിംഗ് ടു ടൈം ഫ്രെയിമിൻ്റെ ബേസിലും എന്ത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, റിസർച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൺ ദി ബേസിസ് ഓഫ് ടൈം ഫ്രെയിം ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് സിംഗിൾ ടൈം പീരീഡ്. സിംഗിൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അണ്ടർടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് ഡാറ്റ പെർട്ടേണിങ് ടു എ പോയിൻ്റ് ഓഫ് ടൈം ഓർ 1 ഇയർ. ഡാറ്റ കളക്ട് ചെയ്യുന്നതും ഇപ്പോൾ സ്റ്റഡീസ് ഒരു വർഷത്തേക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്ത് സിംഗിൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ലോങ്റ്റിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് അടുത്ത ക്ലാസിഫിക്കേഷനാണ് ലോങ്റ്റിറ്റ്യൂഡിനൽ റിസർച്ച്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഡാറ്റ പെർട്ടൈനിങ് ടു സെവറൽ ഇയേഴ്സ് ഓർ സെവറൽ ടൈം പീരീഡ്. സെവറൽ ഇയേഴ്സിൻ്റെ ബേസിൽ സെവറൽ ഇയേഴ്സിലുള്ള ഡാറ്റ എടുത്തിട്ട് ചെയ്യുന്നതാണ് എന്ത് ലോങ്റ്റിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയാം. അപ്പോൾ സിംഗിൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഡാറ്റയൊക്കെ എടുത്തിട്ട് റിസർച്ച് ചെയ്യുന്നതാണെങ്കിൽ ലോങ്റ്റിറ്റ്യൂഡിനൽ റിസർച്ച് ചെയ്യുന്നത് ഒരുപാട് വർഷത്തെ ഡാറ്റ എടുത്തിട്ട് റിസർച്ച് ചെയ്യുന്നതാണ്. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വാട്ട് ഈസ് പർപ്പസ് ഓഫ് ദ സ്റ്റഡി. സ്റ്റഡിയുടെ പർപ്പസിനനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, റിസർച്ചിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പ്ലോറേറ്ററി റിസർച്ചാണ്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫോർമുലേറ്റീവ് സ്റ്റഡി. ഫോർമുലേറ്റീവ് സ്റ്റഡി എന്നാണ് ഇതിനെ പറയുന്നത്. ഈ സ്റ്റഡി എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു നോ മോർ എബൌട്ട് ഇറ്റ്. അതായത് ഫോർമുലേഷൻ എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ചിട്ട് കുറച്ച് നമുക്കറിയാം, അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതാണ് എന്ത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ അനദർ വൺ ഈസ് ദ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫാക്റ്റ് ഫൈൻഡിങ് സ്റ്റഡിയാണ്. ഇറ്റ് ട്രൈസ് ടു ഡിസ്ക്രൈബ് ദ മാറ്റർ അണ്ടർ ദ സ്റ്റഡി. ഇത് ഒരു മാറ്റർ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ കോറിലേഷണൽ റിസർച്ച്. കോറിലേഷണൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എംബസൈസ്ഡ് ടു ഡിസ്കവർ ഓർ എസ്റ്റാബ്ലിഷ് ദ എക്സിസ്റ്റൻസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more ആസ്പെക്റ്റ് ഓഫ് സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് കോറിലേഷൻ, അതായത് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അസോസിയേഷൻ, 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കോറിലേഷണൽ റിസർച്ച് നടത്തുന്നത്. മറ്റൊന്ന് കാഷ്വൽ റിസർച്ച്. കാഷ്വൽ റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി undertaken at identifying the cause and effect റിലേഷൻഷിപ്പ്. കാര്യകാരണങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് 2 വേരിയബിൾ തമ്മിലുള്ള കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കാഷ്വൽ റിസർച്ച് നടത്തുന്നത്. മറ്റൊന്ന് അനാലിറ്റിക്കൽ സ്റ്റഡി. അനാലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ദി മാറ്റർ അണ്ടർ സ്റ്റഡി ബൈ അനലൈസിങ് ദ ഫാക്ട്സ്. അനാലിറ്റിക്കൽ ടൂളുകൾ ഉപയോഗിച്ചിട്ട്
ക്രിട്ടിക്കൽ എക്സാമിനേഷൻ നടത്തുന്നതാണ് അനാലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് ഇവാലുവേഷൻ സ്റ്റഡി. ഇവാലുവേഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു എക്സാമിൻ ഓർ ഇവാലുവേറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് എ പെർട്ടിക്കുലർ ഈവൻറ്റ്. ഒരു പെർട്ടിക്കുലർ ഈവൻറ്റിൻ്റെ ഇമ്പാക്റ്റ്, അപ്പോൾ ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ഇന്ത്യൻ അഗ്രികൾച്ചർ, ഇങ്ങനെ ഇമ്പാക്റ്റ് പഠിക്കുക. ഇങ്ങനെ ഇമ്പാക്റ്റ് പഠിക്കുന്ന സ്റ്റഡികളെ എക്സാമിൻ ചെയ്യുന്നതിനെയാണ് ഇവാലുവേഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് പർപ്പസ് ഓഫ് സ്റ്റഡി ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു എക്സ്പ്ലോറേറ്ററി, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി, correlational research, casual research, analytical study and the evaluation study. And finally, according to the methodology adopted, റിസർച്ചിനെ ഓൺ ദി ബേസിസ് ഓഫ് ദി മെത്തഡോളജി അഡോപ്റ്റഡിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ തിയററ്റിക്കൽ റിസർച്ച്, മറ്റൊന്ന് എംപെരിക്കൽ റിസർച്ച്. തിയററ്റിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്യൂർലി തിയറി. തിയറിയുടെ ബേസിൽ റിസർച്ച് ചെയ്യുന്നതാണ് തിയററ്റിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ. എംപെരിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിസർച്ചർ എക്സ്പീരിയൻസ്. റിസർച്ചറുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നടത്തുന്ന റിസർച്ചാണ് എംപെരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്. ഇറ്റ് ഈസ് നോട്ട് എ ബേസ്ഡ് ഓൺ ദി തിയറി. തിയറിയെ ബേസ് ചെയ്തുകൊണ്ടല്ല. മറ്റേതെന്താണ്, ആരോ കണ്ടെത്തിയ തിയറിയുടെ ബേസിലാണ് തിയറിറ്റിക്കൽ റിസർച്ച് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഓൺ ദി ബേസിസ് ഓഫ് നാച്ചർ ഓഫ് ഡാറ്റ, ഓൺ ദി ബേസിസ് ഓഫ് കവറേജ്, ഓൺ ദി ബേസിസ് ഓഫ് യൂട്ടിലിറ്റി, ഓൺ ദി പ്ലേസ് വെർ ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട്, ഓൺ ദി ബേസിസ് ഓഫ് റിസർച്ച് മെത്തേഡ്, ഓൺ ദി ബേസിസ് ഓഫ് ടൈം ഫ്രെയിം, ഓൺ ദി ബേസിസ് ഓഫ് പർപ്പസ് ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് മെത്തഡോളജി അഡോപ്റ്റഡ്. താങ്ക് യു.